അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ബീഫ് ഫ്രൈ റെസിപ്പി ആയിട്ടാണ്. ഇതിനുവേണ്ടി ഞാൻ 3/4 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഒരു 2 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് മിക്സ് ചെയ്യാം. ഇതൊരു വിസിൽ വരെ ഹൈ ഫ്ലെയിമിൽ വേവിച്ചതിന് ശേഷം ഫ്ലെയിം ഒന്ന് ചെറുതാക്കി കൊടുത്ത് ഒരു 15 മിനിറ്റോളം വേവിച്ചെടുക്കാം. ഇനി ഒരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകവും തേങ്ങാക്കൊത്തും ഇട്ട് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലോട്ടേക്ക് കറിവേപ്പിലയും പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായി 2 സവാള ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ആഡ് ചെയ്യാം. സവാള നന്നായി വഴന്നു വരുമ്പോൾ ഇതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഫ്ലെയിം ഒന്ന് ചെറുതാക്കിയതിന് ശേഷം 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മീറ്റ് മസാല, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. നേരത്തെ വേവിച്ച് വെച്ച ബീഫും കൂടി ഇതിലോട്ടേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അടുത്തതായി ഞാൻ കുരുമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. കുരുമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് നല്ലോണം ഡ്രൈ ആവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആവശ്യത്തിന് മല്ലിയിലും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ റെഡിയാണ്. ഈ അടിപൊളി സ്പൈസി ബീഫ് ഫ്രൈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.